ഇവിടെ പറഞ്ഞു വരുന്നത് പല ക്രിമിനൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ ഒഫൻസുകളും എല്ലാ ലോകരാജ്യങ്ങളിലും ഉണ്ട്. അവിടെയെല്ലാം പോലീസിങ് ശക്തമാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ സിവിക് സെൻസ്, അദ്ദേഹം പറഞ്ഞ പോലെ ജനങ്ങളുടെ സിവിക് സെൻസ്, പിന്നെ നിയമത്തോടുള്ള റെസ്പെക്ട്, അതുകൊണ്ടാണ്. അതും നൈറ്റ് ലൈഫും തമ്മിൽ ഒരു ബന്ധമില്ല. നൈറ്റ് ലൈഫ് വേറെയാണ്. നൈറ്റ് ലൈഫ് അങ്ങനെ തന്നെ പോകേണ്ടതാണ്. കുട്ടികളെ ആസ്വദിക്കേണ്ടതാണ്. രാത്രികൾ എല്ലായ്പ്പോഴും വേണം. ഈ പറഞ്ഞ എല്ലാ ഒഫൻസുകളും പകൽ വെളിച്ചത്തിലും അല്ലാതെ ഇപ്പോഴും നടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നൈറ്റ് ലൈഫിനെ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കുറ്റവാളികൾ എന്ന് പറയുന്നത്, ക്രിമിനൽസ് എന്ന് പറയുന്നത് ഈ ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു 3% താഴെ മാത്രമേ ഉള്ളൂ. അതിപ്പോ മയക്കുമരുന്ന് ആയിക്കോട്ടെ, എന്താണെന്ന് പറഞ്ഞാലും ഒരു സമൂഹത്തിൽ വരുമ്പോ അത്ര തന്നെയൊക്കെ ഉള്ളൂ. ബാക്കി കുറച്ച് കൂടുതൽ, കാരണം അവിടെ നമ്മൾ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. പിന്നെ 97% ആളുകൾക്കും നൈറ്റ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തിപ്പോണം. ഈ തലമുറയ്ക്ക് ഇത് ആവശ്യമാണ്. നമ്മള് പഴയ തലമുറ അല്ലെ അതിനപ്പുറത്തെ തലമുറയിലുള്ള ആളുകളല്ല അതിന് വിധി നഗരം ഇരുട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ല വെളിച്ചത്തിൽ കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഈ IT ആളുകൾക്ക് രാത്രിയിൽ ജോലി ഉള്ളത് കൊണ്ട് അസുഖം വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ രാത്രി ജോലി ചെയ്യുന്ന ആളുകൾ ഇതിനു മുമ്പും ഉണ്ട്. ഹൈവേസ് ഉണ്ട്, നാഷണൽ പെർമിറ്റ് പോണത്. ഫാക്ടറി തൊഴിലാളികൾ, പോലീസുകാരുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ളത്, നേഴ്സുമാരുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട്. ചെറുപ്പക്കാർ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്താണ് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ മാടൻ അടിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. മാടൻ, അതായത് ചെറുപ്പക്കാരെ 30 വയസ്സുണ്ടെങ്കിൽ ആ മരിച്ചതിന്റെ കാരണം നമുക്കറിയില്ല. അപ്പൊ എന്തോ മാടൻ എന്തോ ഒരു സാധനം വന്ന് അടിച്ചു എന്നുള്ള മട്ടിലാണ് അന്ന് പറഞ്ഞിരുന്നത്. മാടനെ കിട്ടിയില്ലെങ്കിൽ കോവിഡ് എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ്